വെഞ്ഞാറമൂട്ടിലെ വയോധികയുടെ മരണം കൊലപാതകം. പ്രതി 27 വയസ്സുകാരൻ. കുറ്റം സമ്മതിച്ച് ജിത്തു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വെള്ളുമണ്ണടി കൂട്ടുമുഖം സ്വദേശിയായിട്ട് 79-കാരിയാണ് കൊല്ലപ്പെട്ടത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആ വയോധികയെ കൊലപ്പെടുത്തിയത് ആ കുടുംബവുമായി അടുപ്പമുള്ള ഒരു യുവാവാണ്. പോത്തൻകോട് സ്വദേശിയായുള്ള ജിത്തു. ബലാത്സംഗ ശ്രമത്തിനിടെ ആ വയോധികയെ കഴുത്തു ഞെരിച്ച് കൊന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കേസിൽ പ്രതി ജിത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വീട്ടിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ആദ്യം ആ വയോധികയുടെ മൃതദേഹം കാണുന്നത്. വീട് തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തു കയറി നോക്കിയപ്പോൾ കിടപ്പുമുറിയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു. അങ്ങനെ 15 കിലോമീറ്ററോളം അകലെ താമസിക്കുന്ന മകൻ എത്തിയ ശേഷമാണ് വെഞ്ഞാറമൂട് പോലീസിൽ വിവരം അറിയിക്കുന്നത്. ഈ വീടിന്റെ പിൻവശത്തെ വാതിൽ അതിന്റെ പൂട്ട് ഇളകിയ നിലയിലായിരുന്നു. ഒരു മൊബൈൽ ഫോണും ഒരു ചെരുപ്പും ഈ തറയിൽ വീണ് കിടക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കിയത്. ഈ മുറിക്കുള്ളിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും പോലീസിന്റെ ആ പരിശോധനയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് അടുത്ത് നിന്ന് കിട്ടിയ ആ ഫോണിന്റെ ഉടമയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ വലയിലാക്കുന്നതിൽ സഹായകരമായത്. പോത്തൻകോട് ശ്രീനാരായണപുരം സ്വദേശിയാണ് പ്രതിയായിട്ടുള്ള 27 വയസ്സ് മാത്രം പ്രായമുള്ള ജിത്തു. വെള്ളുമണ്ണടി എന്ന സ്ഥലത്ത് ഏകദേശം 78 വയസ്സ് പ്രായം തോന്നിക്കുന്ന വയോധികയായ ഒരമ്മ വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പാർട്ടി അവിടെ എത്തുകയും അന്വേഷണത്തിൽ പ്രതിയായി സംശയിക്കുന്ന ആൾ ഈ വയോധികയായ മാതാവിനെ ശാരീരികമായി ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തുവെന്ന് വെളിവായിട്ടുള്ളതുമാണ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി അവിടെ നദിയുടെ സമീപത്തു നിന്ന് നമ്മുടെ പോലീസ് പാർട്ടി കണ്ടെടുക്കുകയും അവനെ ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അന്വേഷണത്തിൽ പ്രതി ഇത്ര ഹീനമായ കുറ്റകൃത്യം ചെയ്തു എന്ന് വെളിവാകുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്ര തിരക്കുണ്ടായിട്ടും ഇത്ര വലിയ ഡ്യൂട്ടിയുടെ ഇടയിലും പ്രതിയെ സമയബന്ധിതമായി അറസ്റ്റ് ചെയ്യുവാനും കേസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുവാനും പോലീസിന് കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ്. വയോധികയുടെ വീടിന്റെ അടുത്തുള്ള ബന്ധുവീട്ടിൽ സ്ഥിരമായി വന്നിരുന്ന ആളാണ് ജിത്തു. അങ്ങനെ ഈ വയോധികയുടെ വീടുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു ഇയാൾ. ഇതിനിടയിൽ അയാളുടെ വീട്ടിലുണ്ടായ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോലും കഴിഞ്ഞ ദിവസം പോയത് ഈ വയോധികയുടെ മകനാണ്. ആ മകന്റെ ബൈക്കിൽ തന്നെ ഇവിടേക്ക് മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരന്തരം ബന്ധം പുലർത്തിയിരുന്ന ആളുകൾ ഈ വയോധികയുടെ മരണവിവരം പക്ഷേ അറിഞ്ഞിട്ടും ഈ ജിത്തുവോ ഈ ബന്ധുക്കളോ ആരും ഈ മരണ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അങ്ങനെ അയാൾ വളരെ പെട്ടെന്ന് തന്നെ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സംഭവ സമയം പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പീഡന ശ്രമം ഉണ്ടായി എന്നും പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.